ഹായ് നമസ്കാരം. ടിസ്റ്റോട് ടിസ്റ്റ് അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ രണ്ടാമത്തെ ദിവസം. ആദ്യം തന്നെ ബാവുമ്മ അതുപോലെ തന്നെ പെൻഡിങ്ങും ഒരു പാർട്ണർഷിപ്പ്, നല്ല സ്ട്രോങ് ആയിട്ട് ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ ഫസ്റ്റ് സെഷൻ കയ്യിലെടുക്കുന്നു. അതിനുശേഷം പാറ്റ് കമ്മിൻസിന്റെ ഒരു പൂണ്ട് വിളയാട്ടം, അതിൽ സൗത്ത് ആഫ്രിക്ക തകർന്നടിയുന്നു. പിന്നീട് ഓസ്ട്രേലിയയുടെ കയ്യിലേക്ക് പൂർണ്ണമായിട്ട് പോയി എന്ന് വിശ്വസിച്ചൊരു മാച്ച് സൗത്ത് ആഫ്രിക്കൻ ബോളേഴ്സ് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ് പെർഫോമൻസ് വഴി തിരിച്ചു പിടിക്കുന്നു. ഏറ്റവും അവസാനം ഫൈനൽ സെഷൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് അലക്സ് കാരിയും അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാറും കൂടെ ചേർന്നിട്ട് ശക്തമായിട്ടുള്ളൊരു ചെറുത്തുനിൽപ്പ് നടത്തുന്നു. അങ്ങനെ ഓസ്ട്രേലിയക്ക് വീണ്ടും ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തുന്നു. മൊത്തത്തിൽ സംഭവബഹുലമായ ഒരു ദിവസം. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഒരു മനോഹാരിത ഇത് തന്നെയാണ്. സൂപ്പറായിട്ടുള്ളൊരു ദിവസമായിരുന്നു. എന്ത് കിടിലം ബോളിംഗ് ആയിരുന്നു. പാറ്റ് കമ്മിൻസിൻ്റെ സ്പെൽസ്, അതുപോലെ തന്നെ റബാഡ, ലുങ്കി ഇങ്കിടി വന്നിട്ട് സൂപ്പറായിട്ട് ബോൾ ചെയ്തു. മൊത്തത്തിൽ ഒരു അടിപൊളി ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. എന്തായാലും ഇന്നത്തെ ദിവസത്തെ താരം ആരാന്ന് ചോദിച്ചാൽ അത് പാറ്റ് കമ്മിൻസ് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത ബോളിംഗ്, ഒരു രക്ഷയില്ലാത്ത ക്യാപ്റ്റൻസി, എന്നാ ബോളിംഗ് സ്പെല്ലായിരുന്നു, ഒരു രക്ഷയില്ല. അത് സൗത്ത് ആഫ്രിക്ക ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയ സമയത്തൊന്നും പാറ്റ് കമ്മിൻസ് കയ്യിൽ എടുത്ത ഗെയിം വന്നിട്ട് ഒരു രക്ഷയില്ല. ബൗമയുടെ വിക്കറ്റ്, സൂപ്പറായിട്ടുള്ളൊരു ക്യാച്ച് ലബുഷൻ വക. അതിനുശേഷം വന്നിട്ട് ഒരു ഓവറിൽ തന്നെ 2 വിക്കറ്റ്. അങ്ങനത്തെ യാൻസന്റെ വിക്കറ്റ് എടുത്ത ക്യാച്ച്, നീല് നിന്നിട്ട് സ്ലൈഡ് ചെയ്തെടുത്ത ക്യാച്ചൊക്കെ സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ 5 വിക്കറ്റ് ഹോൾ എടുത്തു. അതിനുശേഷം സൗത്ത് ആഫ്രിക്കയെ തൂത്തു പറക്കി മടക്കി ഓടിച്ചു വിട്ട് പാറ്റ് കമ്മിൻസ് ഒറ്റയ്ക്ക് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫീൽഡ് പ്ലേസ്മെന്റ്, അതുപോലെ തന്നെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോളിങ്, ഇന്ന് എറിഞ്ഞ ലെങ്സ് എല്ലാം സൂപ്പറായിരുന്നു. അവസാനം റബാഡ എടുത്തത് വരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റപ്പ് ചെയ്ത് റബാഡെ കൊണ്ട് ബുള്ളടിപ്പിച്ച് എടുപ്പിച്ചതൊക്കെ ഒരു രക്ഷയിലായിരുന്നു. സൂപ്പർ ബോളിംഗ്. അത് ഇനി സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബാവുമ്മ സൂപ്പറായിട്ട്, ഇന്നലെ കണ്ടൊരു ബാവുമ്മ അല്ലായിരുന്നു ഇന്ന് സൂപ്പറായിട്ടുള്ള ഒരു ഇന്റന്റ് ബാവുമ്മൽ കണ്ടു. ഒരു ലോഫ്റ്റഡ് കവർ ഡ്രൈവ് 2 അടിച്ചു. അതുപോലെ തന്നെ പാറ്റ് കമ്മിൻസിന് ഒരു 6 അടിച്ചു, ഒരു പുള്ളി ചെയ്തിട്ട് അതൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയ പിടിച്ച് കെട്ടി അവരെ. ശരിക്കും പറഞ്ഞാൽ 138 സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ടായി. അതിനുശേഷം ഓസ്ട്രേലിയ ബാറ്റിങ്ങിലേക്ക് വന്നപ്പോൾ ആദ്യം കുറച്ച് നല്ലതായിട്ട് സ്റ്റാർട്ട് ചെയ്തവർ. അപ്പോഴത്തേക്ക് ഓസ്ട്രേലിയ നല്ലൊരു ലീഡ് നേടും. സൂപ്പറായിട്ട് ബാറ്റ് ചെയ്യും. കളി സൗത്ത് ആഫ്രിക്കയുടെ ഇന്ന് പൂർണ്ണമായിട്ട് പോയി എന്ന് വിശ്വസിക്കുമ്പോൾ റബാഡ വീണ്ടും വന്ന് ഫസ്റ്റ് ഇന്നിങ്സിലെ പോലെ തന്നെ സെയിം ബാറ്റ്സ്മാൻമാരെ സെയിം ഓവറിൽ ഔട്ടാക്കുന്നത്. ഗ്രീൻ ആൻഡ് ഉസ്മാൻ ഖോജ ഈ 2 വിക്കറ്റ് റബാഡ എടുക്കുമ്പോഴത്തേക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ് സാധ്യമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക്. പിന്നീട് ലുങ്കി എങ്കിയുടെ ഒക്കെ സൂപ്പറായിട്ടുള്ള ഒരു ബോളിംഗ് ആയിരുന്നു ഇന്നത്തെ ദിവസം കണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റ്സ് ലുങ്കി എങ്കിടി എടുത്തു. സ്മിത്തിൻ്റെ വിക്കറ്റ്, അത്രയും വിലപ്പെട്ട വിക്കറ്റ് ലുങ്കി എങ്കിടി LBW ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ മോൾഡർ വന്നിട്ട് ഹെഡിൻ്റെ വിക്കറ്റ് എടുത്തു. അങ്ങനെ എല്ലാ ബോളേഴ്സും, റബാഡ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റ് എടുത്തു. സൗത്ത് ആഫ്രിക്കയുടെ എല്ലാ ബോളേഴ്സും നന്നായിട്ട് അറിഞ്ഞു. പ്രത്യേകിച്ച് ലുങ്കി എങ്കിടി സൂപ്പറായിട്ട് ബോൾ ചെയ്തു. അതിനകത്ത് കമ്മിൻസിൻ്റെ വിക്കറ്റ് ഉണ്ട്, വെബ്സ്റ്ററിൻ്റെ വിക്കറ്റ് ഉണ്ട്, സ്മിത്തിൻ്റെ വിക്കറ്റ് ഉണ്ട്. സ്മിത്തും വെബ്സ്റ്ററുമാണ് കഴിഞ്ഞ ഫസ്റ്റ് ഇന്നിങ്സിൽ സൂപ്പറായിട്ട് ബാറ്റ് ചെയ്ത്. ആ 2 വിക്കറ്റ് എടുത്ത് ലുങ്കി എങ്കിടിയായിരുന്നു. പക്ഷേ ഈ ഒരു അവസാന സെഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് 8 വിക്കറ്റ് വരെ എടുത്തു. 7 വിക്കറ്റ് വരെ എടുത്തു. അതിനുശേഷം ഒരു പാർട്ണർഷിപ്പ് ഓസ്ട്രേലിയ ബിൽഡ് ചെയ്യാണ്. അവിടെ അലക്സ് കാരി വഴി അഗ്രസീവ് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ്, സൂപ്പറായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ആയിരുന്നു. അവിടുന്ന് അവർ റൺസ് മിൽക്ക് ചെയ്തുകൊണ്ടേയിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ. സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് അവരടിച്ച്, അതായത് അലക്സ് കാരി ആൻഡ് മിച്ചൽ സ്റ്റാർക്ക് അടിച്ച റൺസ് ഭയങ്കര വിലയാണ് ഓസ്ട്രേലിയക്ക്. ശരിക്കും പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് ആ ഒരു റണ്ണിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നീട് റബാഡ വന്നിട്ട് തന്നെ അലക്സ് കാരിയെ ഔട്ടാക്കുണ്ടായി. പക്ഷേ അലക്സ് കാരിയിൽ നിന്ന് 43 റൺ അടിച്ചു, വെറും 50 ബോളിൽ. അതുപോലെ തന്നെ ഒരു എൻഡിൽ മിച്ചൽ സ്റ്റാർക്ക് സൂപ്പറായിട്ട് ബാറ്റ് ചെയ്ത് പുള്ളി നോട്ട് ഔട്ടായിട്ട് നടന്നിട്ടുണ്ട്. മറ്റേ എൻഡിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് നാഥൻ ലയോൺ ആണ്. ഇനി അതായത് 2 വിക്കറ്റും കൂടെ വീണാലേ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഓസ്ട്രേലിയയെ മടക്കി കെട്ടിയിട്ട് ബാറ്റിങ്ങിലേക്ക് ഇറങ്ങാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു വിധത്തിൽ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചൊരു വലിയ അനുഗ്രഹമാണ്. കാരണം ഇന്നത്തെ ദിവസം ലാസ്റ്റ് സെഷനിൽ ബാറ്റ് ചെയ്യേണ്ടി വന്നില്ലെന്നുള്ളത്. ഇന്നലത്തെ ദിവസം നമുക്കറിയാം, ഫസ്റ്റ് ഡേയിൽ ലാസ്റ്റ് സെഷൻ സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാം. ഇപ്പോൾ ഒരു 5-10 ഓവർ ബാറ്റ് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ ആ 2 വിക്കറ്റും കൂടെ നേരത്തെ എടുത്തിട്ട് പോട്ടെ, ഒരു 4-5 ഓവറെങ്കിലും ബാറ്റ് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ അത് കറക്റ്റായിട്ട് ഓസ്ട്രേലിയ മുതലെടുത്തേനെ. പ്രത്യേകിച്ച് മിച്ചൽ സ്റ്റാർക്കും ഹേസൽവുഡും കൂടെ വന്നിട്ട് എന്തായാലും ഒരു 2-3 എടുത്തിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു സ്ഥിതി വെച്ച് 2 വിക്കറ്റേ ഉള്ളൂ. നാളത്തെ ഫസ്റ്റ് സെഷനിൽ ഫ്രഷ് ആയിട്ട് വന്നിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് പെട്ടെന്ന് അധികം റൺസ് കൊടുക്കാതെ ആ വിക്കറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ബാറ്റിങ്. നാളത്തെ ഒരു ഫ്രഷ് ദിവസം. അതുപോലെ തന്നെ തേർഡ് ഡേ ബാറ്റിങ്ങിൽ കുറച്ചും കൂടെ അനുകൂലമാവും. ഈ ഒരു ഗ്രാസൊക്കെ ഒന്ന് മാറി കുറച്ചും കൂടെ അനുകൂലമാവുന്നതാണ് നോർമലി കണ്ടുവരുന്നത്. അതായത് ഓവർകാസ്റ്റ് കണ്ടീഷൻ ഒന്നും വലുതായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ബാറ്റിങ്ങിൽ തീർച്ചയായിട്ടും അനുകൂലമാവും. അങ്ങനെ നോക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് നാളത്തെ ദിവസം മാക്സിമം റൺ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചേസ് എത്ര റണ്ണാന്ന് വെച്ചാൽ ഇപ്പം തന്നെ 218 റണ്ണെന്തോ ആയി. അപ്പോൾ ഈ ഒരു ചേസ് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക മരണ ബാറ്റിംഗ് ചെയ്തേ പറ്റും. അത്ര മീൻസ് ഒരു സാധ്യത ഇല്ലാതെ ഒരു മാച്ചിൽ ഇന്നലെ കളി നിർത്തുമ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് വലിയൊരു സാധ്യതയില്ല.
ഇന്ന് സൗത്ത് ആഫ്രിക്ക വിക്കറ്റ് ഫസ്റ്റ് ഇന്നിങ്സ് കഴിയുമ്പോഴും സൗത്ത് ആഫ്രിക്ക പൂർണ്ണമായിട്ട് കയ്യിൽ നിന്ന് പോയൊരു മാച്ച് ഇത്രയും പിടിച്ച് ഇവിടെ കൊണ്ടെത്തിക്കുകയെങ്കിൽ ഒരു നല്ലൊരു ബാറ്റിംഗ് അവർക്ക് കാഴ്ചവെക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു എന്താ പറയുന്നത് ഒരു 240 ഓസ്ട്രേലിയ അവർക്ക് പിടിച്ച് കെട്ടാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ 240 എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്, വെരി വെരി ഡിഫിക്കൽട്ടാണ്. പ്രത്യേകിച്ചും ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോളിംഗ് ടീമിൻ്റെ അടുത്ത്. പക്ഷേ സാധ്യത അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പിൽ ഈ ഒരു 240 നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേസ് ചെയ്യാം. എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ഉള്ളത് ബാറ്റിങ്ങിൽ എല്ലാ ഫോക്കസും കൊടുത്ത് എല്ലാ സ്കില്ലും കൊടുത്ത് നിങ്ങൾക്ക് ചേസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി സൗത്ത് ആഫ്രിക്കയുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. അതിന് സാധിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഒരു 2 വിക്കറ്റ് എടുക്കണം. കാരണം ഇന്ന് ആ ഒരു മിച്ചൽ സ്റ്റാർക്കും അലക്സ് കാരിയും ആ ഒരു മിൽക്ക് ചെയ്ത റൺസ് ഒരുപാട് വില സൗത്ത് ആഫ്രിക്കയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. എന്തായാലും നാളത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച്, സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച്. കാരണം ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പാണ്. നമുക്കറിയാം RCB കപ്പടിച്ചു, ഇനി സൗത്ത് ആഫ്രിക്കയുടെ കപ്പടിക്കാനുള്ളൂ. നാളെ അതിനുള്ള അവസരം ഉണ്ടാവട്ടെ. നാളെ അവസരം ഉണ്ടാവുന്നല്ല, തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി സൗത്ത് ആഫ്രിക്കയുടെ മുമ്പിൽ വെരി വെരി ഡിഫിക്കൽട്ടാണ്. ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം എങ്ങനെയാണ് കമ്മിൻസ് ഇന്ന് ബോൾ ചെയ്തത്, ഇന്നലെ മിച്ചൽ സ്റ്റാർക്ക് ഹേസൽവുഡൊക്കെ എങ്ങനെ ബോൾ ചെയ്തെന്ന് നമുക്കറിയാം. ആ ഒരു ഫോമിൽ ഈ ഒരു ട്രയോ ബോൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നാഥൻ ലയോൺ ഉണ്ട്. ലാസ്റ്റ് ഒരു 5th ഡേയിലേക്ക് കളി പോവുകയാണെന്നുണ്ടെങ്കിൽ 5th ഡേയിലേക്ക് കളി പോകാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും നാഥൻ ലയോൺ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തെ സ്പിന്നേഴ്സിനും കുറച്ച് സപ്പോർട്ട് കിട്ടുമ്പോൾ നാഥൻ ലയോൻ്റെ സർവീസും ഓസ്ട്രേലിയക്ക് കൊണ്ട് വെരി ഡിഫിക്കൽട്ട് ചാൻസ് ആണ്. പക്ഷേ ഇന്നത്തെ ദിവസം സൂപ്പറായിരുന്നു സൗത്ത് ആഫ്രിക്ക. ബോളിംഗ് സൂപ്പർ, ഫീൽഡിങ് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, ഫീൽഡിങ് സൂപ്പറായിരുന്നു. അവർ എന്ന ക്യാച്ചെല്ലാം എടുത്തു. ഗ്രൗണ്ട് ഫീൽഡിങ് സൂപ്പറായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ. ടാക്ടിക്സ് അടിപൊളിയായിരുന്നു. അവർ ഗെയിമിലുണ്ടായിരുന്ന കൈവിട്ട് കളഞ്ഞില്ല. ആ ഒരു പ്രതീക്ഷ, ആ ഒരു സംഭവം സൗത്ത് ആഫ്രിക്ക നോർമലി ഇങ്ങനെയുള്ള നോക്കൗട്ട് മാച്ചുകളിൽ അധികം കാണിക്കാതാണ്. ഈ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബാറ്റിംഗ് കൂടെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മോനെ ഒരു കപ്പാണ് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയുടെ കപ്പടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി. ലോകത്ത് എനിക്കൊന്ന് ക്രിക്കറ്റ് ആരാധകർ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് സൗത്ത് ആഫ്രിക്ക, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ എതിരെ നിൽക്കുന്നതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്ക ഒരുപാട് സപ്പോർട്ടുണ്ട്. അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ Day 3 നമുക്ക് നോക്കാം. നാളത്തെ റിവ്യൂമായിട്ട്, നാളത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ.